സോ ഹായ് ഗൈസ്, ഇപ്പോൾ നിങ്ങളൊരു ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണ്, പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് 20,000 to 25,000 ഉള്ളതാണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണാൻ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ വേഴ്സ്റ്റ് ടു ബെസ്റ്റ് ടു വേഴ്സ്റ്റ് കാറ്റഗറിയിലല്ല ഇടാൻ പോണത്. കുറേ യൂട്യൂബേഴ്സ് അങ്ങനെയാണ് 25,000 ഉള്ള ഏതാണ് നല്ലത് ഫോൺ, ഏതാണ് പൊട്ട ഫോൺ, അങ്ങനെയല്ല ഞാൻ പറയാൻ പോണത്. ഇപ്പോൾ ഇവിടെ ഞാൻ കാറ്റഗറി വൈസാണ് ഞാൻ പറയാൻ പോണത്. കാറ്റഗറി വൈസ് മീൻസ് ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി ക്യാമറയാണ്. അപ്പോൾ അണ്ടത്തെ പ്രൈസ് റേഞ്ച് ഓഫ് 25,000 ഏതാണ് ബെസ്റ്റ് ക്യാമറ ഫോൺ അത് ഞാൻ പറഞ്ഞുതരാം. അതേമാതിരി ചിലവരുടെ പ്രയോറിറ്റി ആവും ബാറ്ററി ലൈഫ്. അപ്പോൾ ബെസ്റ്റ് ബാറ്ററി ലൈഫ് ഏത് ഫോണിലാണ് കിട്ടുന്നത്, അതേമാതിരി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, അതേമാതിരി ഗെയിമിംഗ് പെർഫോമൻസ് ഏതിലാണ് നല്ലത് അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 25,000 എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം, പക്ഷേ എൻ്റെ വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ തീരുമാനിക്കേണ്ട. ബാക്കി യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങൾ തീരുമാനിക്കാൻ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് റീസെർച്ച് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ റെക്കമെൻഡേഷൻസ് എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് റീസെർച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ഫോൺ അത് നിങ്ങൾക്ക് മേടിക്കാം. ഇത് ഞാൻ എൻ്റെ റെക്കമെൻഡേഷൻസ് പറഞ്ഞു തരുന്നത് മാത്രം. പക്ഷേ അതിന് മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് തുടങ്ങാം ഡിസ്പ്ലേ ആൻഡ് പെർഫോമൻസ്. അപ്പോൾ അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 25,000 ഏതിലാണ് ബെസ്റ്റ് ഡിസ്പ്ലേ ആൻഡ് പെർഫോമൻസ് ഞാൻ പറയാം. അതാണ് നമ്മുടെ പോക്കോ X6 Pro. അപ്പോൾ പോക്കോ X6 Proൻ്റെ ഇപ്പോൾ പ്രൈസ് നോക്കുകയെന്ന് വെച്ചാൽ 256 GB സ്റ്റോറേജ് ആൻഡ് 8 GB റാം വേരിയൻറ്റിന് 24,000 ആണ് പ്രൈസ്. പിന്നെ ഇതിലെ ഡിസ്പ്ലേ ക്വാളിറ്റി നോക്കുകയെന്ന് വെച്ചാൽ നമുക്കിവിടെ 1.5Kൻ്റെ ആംബ്ലറ്റ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത് വിത്ത് 6.67 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ. പിന്നെ ഇവിടെ നമുക്ക് 10 ബിറ്റിൻ്റെ കളറാണ് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ മൂവീസോ സീരീസോ വല്ലതൊക്കെ കാണുകയെന്ന് വെച്ചാൽ നന്നായിട്ട് എൻജോയ് ചെയ്തതിൻ്റെ ഡിസ്പ്ലേയിൽ. അതേമാതിരി ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി നോക്കുകയെന്ന് വെച്ചാൽ ഇതിൽ ഇപ്പോൾ ആൻറ്റിറ്റ്യൂഡ് സ്കോർ അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമില്ല, എന്നാലും ആൻറ്റിറ്റ്യൂഡ് സ്കോർ 1,50,000 മേലെയാണ് ഇതിൻ്റെ സ്കോറ്. അപ്പോൾ ഇതിൽ പ്രൊസസ്സർ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൊസസ്സറാണ് വിച്ച് ഇസ് Dimensity D8300 അൾട്രാ പ്രൊസസ്സർ. അപ്പോൾ നിങ്ങൾ BGMIയോ കോൾ ഓഫ് ഡ്യൂട്ടിയോ അതേമാതിരി ഗെൻഷിൻ ഇമ്പാക്റ്റ് അതേമാതിരത്തെ ഗെയിംസോ കളിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് നല്ല പീക്ക് പെർഫോമൻസ് ആവും ഈ ഫോൺ തരുന്നത് അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 25,000. പിന്നെ നമുക്കിവിടെ UFS 4.0 സ്റ്റോറേജാണ് കൊടുത്തിരിക്കുന്നത്. UFS 4.0 സ്റ്റോറേജ് നോർമലി നമുക്ക് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസിലൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ UFS 4.0 സ്റ്റോറേജ് കൊണ്ട് മീൻസ് പെർഫോമൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. ലൈക്ക് ഓൾറെഡി നമുക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് UFS 4.0 സ്റ്റോറേജ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പീക്ക് പെർഫോമൻസ് ആവും കിട്ടുന്നത് പോക്കോ X6 Proയിൽ. അപ്പോൾ നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി ഡിസ്പ്ലേ ആൻഡ് പെർഫോമൻസ് ആണെങ്കിൽ പോക്കോ X6 Proൻ്റെ കൂടെ പോവുക. പിന്നെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതിൽ നമുക്ക് മദർ ബോർഡ് ഇഷ്യൂസ് ഉണ്ടാവുമോ, ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമെന്ന്. എനിക്കറിയാം എല്ലാവരുടെയും ഡൗട്ട് ജെന്യുവൻ ആണ്, പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊന്നും എനിക്ക് പോക്കോൻ്റെ ഫോൺസിൽ കാണാൻ കിട്ടാറില്ല. പാസിലുണ്ടായിരുന്നു ഇങ്ങനത്തെ ഇഷ്യൂസ്, പക്ഷേ ഇപ്പോൾ ഇറക്കണ പോക്കോ ഫോൺസിലൊന്നും ഈ ഇഷ്യൂസ് കാണാൻ കിട്ടാറില്ല. ഇനിയിപ്പോൾ അടുത്ത ഫോൺ നോക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് OnePlus Nord CE4. അപ്പോൾ OnePlus Nord CE4 റെക്കമെൻഡ് ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ 25,000 ഉള്ള ഏറ്റവും വലിയ ബാറ്ററി നമുക്ക് OnePlus Nord CE4ലാണ് കിട്ടുന്നത് വിച്ച് ഇസ് 5,500 mAh. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് സൂപ്പർ വൂക്ക് 100 വാട്ടിൻ്റെ ചാർജിങ്ങും കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ബാറ്ററി ബാക്കപ്പും കിട്ടും, അതേമാതിരി നല്ല ചാർജിങ് സ്പീഡും കിട്ടും. അതേമാതിരി നമുക്കിവിടെ പ്രൊസസ്സർ കൊടുത്തിരിക്കുന്നത് നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത് വിച്ച് ഈസ് എ വെരി ഡീസൻറ്റ് പ്രൊസസ്സർ. നമുക്ക് ഡേ ടു ഡേ ടാസ്ക് ആയിക്കോട്ടെ പിന്നെ ഗെയിമിങ്ങൊക്കെ സുഖമായിട്ട് കളിക്കാൻ പറ്റും. പക്ഷേ പോക്കോ X6 Proൻ്റെ അത്ര ആ ലെവലിലുള്ള ഗെയിമിങ് കളിക്കാൻ പറ്റില്ലെങ്കിലും നല്ലൊരു ഗെയിമിങ് നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റും. പിന്നെ നല്ല എഫിഷ്യൻ്റായ പ്രൊസസ്സർ ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫാവും ഇതിൽ കിട്ടുക. ഒരു 2 days ഓഫ് ബാറ്ററി ലൈഫ് നമുക്ക് OnePlus Nord CE4ൽ കിട്ടേണ്ട ചാൻസ് ഉണ്ട്. പിന്നെ അതേമാതിരി ക്യാമറ ക്വാളിറ്റി നോക്കുകയാണെങ്കിലും ഡീസൻ്റ് ആണ്. അത്രയും നല്ല ക്യാമറ ക്വാളിറ്റി ആണെന്ന് പറയില്ല, പക്ഷേ ഡീസൻ്റ് ആണ് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി. പിന്നെ ഇതിൻ്റെ പ്രൈസ് നോക്കുകയെന്ന് വെച്ചാൽ 128 GB ആൻഡ് 8 GB വേരിയൻറ്റിൽ നമുക്ക് 24,998ലാണ് കിട്ടുന്നത്, മീൻസ് 25,000ലാണ് കിട്ടുന്നത്. അപ്പോൾ 25,000 നിങ്ങൾക്ക് മെയിൻ പ്രയോറിറ്റി അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ക്യാമറ, പിന്നെ അത്യാവശ്യം ഡീസൻ്റായ പെർഫോമൻസ്, പിന്നെ നല്ലൊരു ബാറ്ററി ലൈഫുള്ള ഫോൺ വേണമെങ്കിൽ OnePlus Nord CE4 മേടിക്കാം നമുക്ക്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഏതിലാണ് നല്ലതെന്ന് നോക്കാം. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയാന്ന് വെച്ചാൽ
അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 25,000 എനിക്ക് 2 ഫോൺ മൈൻഡിൽ വരുന്നുണ്ട്. പക്ഷേ അതിലൊരു ഫോൺ മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കുള്ളൂ. ഇപ്പോൾ ആ 2 ഫോൺ ഏതാണെന്ന് വെച്ചാൽ നത്തിങ് ഫോൺ 2A ആൻഡ് രണ്ടാമത്തെ ഫോൺ നോക്കുകയെന്ന് വെച്ചാൽ മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷന്. രണ്ടിലും നമുക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പക്ഷേ ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കുന്നത് നത്തിങ് ഫോൺ 2A ആണ്. ബിക്കോസ് ഇവിടെ നമുക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കിട്ടുന്നുണ്ട്, പിന്നെ ടൈംലി അപ്ഡേറ്റ്സും കിട്ടുന്നുണ്ട് നത്തിങ് ഫോൺ 2Aയിൽ. വലിയ ബഗ്സ് ഫിക്സസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നത്തിങ് അപ്ഡേറ്റ് വന്നിട്ട് അത് സോൾവ് ചെയ്യാറുണ്ട്. അതേ സമയത്ത് മോട്ടറോള നോക്കുകയെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ്, പക്ഷേ അവർ അപ്ഡേറ്റ്സ് ഭയങ്കര സ്ലോ ആയിട്ടാണ് പുഷ് ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ ഈ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് സെക്ഷനിൽ നത്തിങ് ഫോൺ 2Aനെ സെലക്ട് ചെയ്യണത്. ഇപ്പോൾ അടുത്ത് നമുക്ക് ക്യാമറ 25,000 ഉള്ള ഏതാണ് നല്ലത് നോക്കാം. അപ്പോൾ 2 ഫോണും ഞാൻ സെലക്ട് ചെയ്യാൻ പോണത്. ദ ഫസ്റ്റ് ഫോൺ ഈസ് റിയൽമി 12 Pro ആൻഡ് രണ്ടാമത്തെ ഫോൺ നോക്കുകയെന്ന് വെച്ചാൽ മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷന്. ഓക്കെ, അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഫോൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണെങ്കിൽ ഇഷ്ടം നിങ്ങൾക്ക് മോട്ടറോളയുടെ കൂടെ പോവുക, പിന്നെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് റിയൽമിയുടെ കൂടെ പോവാം. പക്ഷേ 2 ഫോണിലും നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 25,000. ഇനിയിപ്പോൾ കൺക്ലൂഷൻ നോക്കുകയെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോൺ ഏതാണ് ഞാൻ പറയാണ്ടത് പ്രൈസ് റേഞ്ച് ഓഫ് 25,000. ഇപ്പോൾ എൻ്റെ അടുത്തൊരു 25,000 ഉണ്ട്. എനിക്ക് പോയിട്ട് ഒരു ഫോൺ മേടിക്കുന്നത് ഞാൻ ഏത് ഫോണാണ് ചൂസ് ചെയ്യുന്നത് നിങ്ങളോട് ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ചോയ്സാണ് മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷന്. അതെന്തുകൊണ്ടാണ് ഞാൻ പറയാം. ബിക്കോസ് അത് നമുക്ക് ഡീസൻ്റായ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അത്രയും പവർഫുള്ളായ പ്രൊസസ്സറൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. എന്നാലും നമുക്ക് ഡേ ടു ഡേ ടാസ്ക് ലൈക്ക് സോഷ്യൽ മീഡിയ, ക്യാമറ യൂസ് ചെയ്യുക, വീഡിയോ എടുക്കുക, അതിനൊക്കെ പറ്റിയ നല്ലൊരു ഫോണാണ്. ഇപ്പോൾ ഗെയിമർ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. ലൈക്ക് കാഷ്വൽ ഗെയിംസൊക്കെ കളിക്കാൻ പറ്റും. ലൈക്ക് ഗെൻഷൻ ഇമ്പാക്റ്റ് മാറ്റം അങ്ങനത്തെ ഹൈ ഗ്രാഫിക് ഡിമാൻഡിങ് ഗെയിംസ് ഒന്നും അതിൽ കളിക്കാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം ഡീസൻ്റായ ഗെയിംസൊക്കെ കളിക്കാൻ പറ്റും. പിന്നെ ഡേ ടു ഡേ യൂസേജിൽ നല്ല ഫാസ്റ്റാണ് ഫോൺ. പിന്നെ നല്ല ക്യാമറ ക്വാളിറ്റിയാണ് അതിൽ കിട്ടുന്നത്. പിന്നെ ബാറ്ററി ലൈഫും അത്യാവശ്യം നല്ല ഡീസൻ്റായ ബാറ്ററി ലൈഫാണ് കിട്ടുന്നത്. അതേമാതിരി ചാർജിങ് സ്പീഡും അത്യാവശ്യം ഫാസ്റ്റാണ്. അപ്പോൾ ഓവറോൾ എനിക്കൊരു പാക്കേജ് തോന്നിയിരിക്കുന്നത് മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷനാണ്. അതേമാതിരി അതിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡും കൂടിയും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ അത്രയും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ റെക്കമെൻഡേഷൻ ദ പ്രൈസ് റേഞ്ച് ഓഫ് 25,000. ഇപ്പോൾ നിങ്ങൾ റീസെർച്ച് എൻ്റെ വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ ഡിസിഷൻ എടുക്കണ്ട. നിങ്ങൾ വേറെ നന്നായിട്ട് റീസെർച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫോൺ മേടിക്കാൻ. അപ്പോൾ എൻ്റെ ചോയ്സ് ഞാൻ പറഞ്ഞു തന്നു, നിങ്ങൾക്ക് റീസെർച്ച് ചെയ്തിട്ട് മേടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.